സ്നേഹമുള്ളവരെ, ഇനി നമ്മൾ പോകുന്നത് ഇറ്റലിയിലെ സിസിലിയ എന്ന ദ്വീപിലേക്കാണ്. ഇറ്റലിയുടെ ഏറ്റവും അറ്റത്ത്, നമ്മൾ ഇന്ത്യയിൽ കേരളം ആയിരിക്കുന്നത് പോലെ ഇറ്റലിയുടെ ഏറ്റവും തെക്കു ഭാഗത്ത് ഉള്ള കലാബ്രിയയിൽ നിന്ന് ഈ ദ്വീപിലേക്ക് നമുക്ക് കടന്നു പോകാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബോട്ട് കയറിയിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. നമ്മളിന്ന് പലേർമയിലെ കത്തീഡ്രൽ പള്ളിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കത്തീഡ്രൽ പള്ളിയുടെ മുൻവശത്തേക്കാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ പുറകു ഭാഗത്ത് കാണുന്നതാണ് ഈ ബസിലിക്ക പള്ളിയുടെ പത്രോണയായ സാന്താ റൊസാലിയ. ജൂലൈ 15-നായിരുന്നു ഇവിടുത്തെ ഫീസ്റ്റ്. അപ്പോൾ ഈ ഒരു മാസം മുഴുവൻ സാന്താ റൊസാലിയ നഗരം പ്രദക്ഷിണം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് തേരിൽ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പുറകിൽ കത്തീഡ്രൽ പള്ളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് എൻ്റെ തൊട്ടു പുറകിൽ കാണുന്നത് ഗോത്തിക് സ്റ്റൈലിൽ പണിതിരിക്കുന്ന മാതൃകയാണ്. ഈ ഗോത്തിക് സ്റ്റൈലിൽ പണിതിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത് ഭൂമി ആകാശത്തെ തൊടുന്നു എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഗോത്തിക് സ്റ്റൈലിലുള്ള നിർമ്മാണങ്ങൾ സഭയിൽ കടന്നു വരിക. അപ്പോൾ അതിനെ സൂചിപ്പിക്കാനാണ് ഇത്തരം രീതിയിലേക്ക് അവർ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിന് സൈഡിൽ നമ്മൾ 3 തരത്തിലുള്ള സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലുകൾ നമ്മൾ ഈ കത്തീഡ്രൽ പള്ളിയിൽ കാണാം. ഇവിടുത്തെ ജനാലകൾ നോക്കുകയാണെങ്കിൽ, ഈ ഭാഗത്തുള്ള ജനാലകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത് അറബ് സംസ്കാരത്തിൻ്റെ ഒരു കൂടിച്ചേരലാണ്. കാരണം ഈ ഭാഗം അറബ് വംശജര് കീഴടക്കി കഴിഞ്ഞപ്പോൾ അതിനെയും കൂടി ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ സംസ്കാരം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത് പണി കഴിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബൈസന്റൈൻ രീതിയിലുള്ള നിർമ്മാണ രീതികൾ കൂടി നമ്മളിവിടെ കാണുകയാണ്. ഇതിൻ്റെ പല നിർമ്മാണ പ്രവൃത്തികളിൽ ഇങ്ങനെ 3 തരത്തിലുള്ള സങ്കലനങ്ങൾ, കൂടിച്ചേരലുകൾ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഈ കത്തീഡ്രൽ പള്ളിയുടെ ഏറ്റവും വലിയ സവിശേഷത. അത് നൊർമാനിയൻ കിങ്ഡത്തിൻ്റെ സമയത്ത് നമ്മൾ കത്തീഡ്രൽ പള്ളിയുടെ പുറകുവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശം അറബ് വംശജർ കീഴടക്കി കഴിഞ്ഞപ്പോൾ അവരിതിനെ നശിപ്പിക്കാൻ ശ്രമിക്കാതെ പകരം അവരുടെ ആർട്ട് കൂടി ഇതിലേക്ക് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ കത്തീഡ്രൽ പള്ളിയുടെ പുറകുവശം മുഴുവൻ അറബ് വംശജരുടെ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നതാണ് നമ്മളിതിൽ കാണുന്നത്. നമ്മൾ ഈ കത്തീഡ്രൽ പള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ 2 സവിശേഷതകൾ എന്ന് പറയുന്നത്, അന്ന് കാലത്തെ രാജാക്കന്മാർ പണി കഴിപ്പിച്ചപ്പോൾ ഇതിൽ പ്രത്യേകതയായിട്ട് വന്നത് ഇതിൻ്റെ പുറം ഭാഗം മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലാചാരുതയോട് കൂടിയിട്ടുള്ള വർക്കുകൾ നമ്മൾ കാണുന്നത്. ഇത് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ട് മോൺ റിയാലെ എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു പള്ളി പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ പള്ളിയുടെ അകം വശവും ഈ പള്ളിയുടെ പുറം വശവുമാണ് ഏറ്റവും മനോഹരമായിട്ട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ 2 സഹോദരങ്ങളായ രാജാക്കന്മാർ അവരുടെ കാലത്ത് 2 വ്യത്യസ്ത രീതിയിൽ പണി കഴിപ്പിച്ച കത്തീഡ്രൽ പള്ളിയിലെ അപ്രധാനപ്പെട്ട കത്തീഡ്രൽ പള്ളിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ കത്തീഡ്രൽ പള്ളിയുടെ ഉള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് വിശുദ്ധയുടെ ജീവചരിത്രം കൂടി നോക്കാം. 1150 സിസിലിയിലെ രാജാവായ റോജർ രണ്ടാമൻ്റെ അനന്തരവതിയുടെ മകളായിട്ടാണ് ഈ പുണ്യവതി ജനിക്കുന്നത്. രാജാവിന് ലഭിച്ച ദർശനത്തിനനുസരിച്ചാണ് റോസപ്പൂ എന്ന ഈ മനോഹരമായ പേര് വിശുദ്ധയ്ക്ക് ലഭിക്കുന്നത്. യുവതിയായിരിക്കെ കൊട്ടാരത്തിൽ ജീവിച്ച ഈ വിശുദ്ധ വിവാഹ തലേന്ന് ലഭിച്ച ദൈവിക ദർശനമനുസരിച്ചാണ് തൻ്റെ 15-ാമത്തെ വയസ്സിൽ തൻ്റെ സുന്ദരമായ മുടി മുറിച്ച് രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി അടുത്തുള്ളൊരു ഗുഹയിലേക്ക് 12 വർഷം തൻ്റെ സന്യാസ ജീവിതം നയിക്കാനായിട്ട് മാറുന്നത്. പിന്നീട് പലഗ്രീന പർവ്വതത്തിലുള്ള മറ്റൊരു ഗുഹയിലുമായിട്ട് ഈ വിശുദ്ധ സന്യാസ ജീവിതം പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. 1170 സെപ്റ്റംബർ 4-ന് 40 വയസ്സുള്ളപ്പോഴാണ് ഈ വിശുദ്ധ തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെടുന്നത്. സാന്താ റൊസാലിയയുടെ റെലിക്സ് സ്ഥാപിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ റെലിക്സ് 1614-ലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കപ്പേളയിൽ സ്ഥാപിച്ചിരിക്കുന്ന സാന്താ റൊസാലിയയുടെ ഈ റെലിക്സിൻ്റെ പ്രത്യേകത, ഇത് ചുറ്റും അർജന്ത് കൊണ്ടാണ്, വെള്ളി കൊണ്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്.
നമ്മൾ ഈ വിശുദ്ധമായ ഈ തിരുശേഷിപ്പിന് മുമ്പിലായിരിക്കും നമുക്കിന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വിവിധ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് വിശുദ്ധയോട് പ്രാർത്ഥിക്കാം. അപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രൂപങ്ങൾ മൊത്തം, അതായത് ആദ്യകാലത്ത് സിസിലിയയിൽ നിന്നുള്ള വിശുദ്ധരുടെ രൂപങ്ങളാണ് നമ്മളിവിടെ ഇതിന് ചുറ്റുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കത്തീഡ്രൽ പള്ളിക്ക് പുറത്തും ഈ രൂപങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റോമൻ മിസലിൽ കുർബാന പുസ്തകത്തിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ യൂക്കറിസ്റ്റ് പ്രയറിൽ ഈ വിശുദ്ധരെയാണ് ആ പേരുകൾ പ്രത്യേകമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വിശുദ്ധരെയാണ് ഇവിടെ നമ്മൾ ഈ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ ഇതിനകത്ത് ആർട്ട് വർക്കുകൾ കാണാത്തതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. കാരണം 2 പള്ളികൾ പണിതിട്ടുള്ളതിൽ ഈ പള്ളിയുടെ പുറം വശത്താണ് കൂടുതൽ ആർട്ട് വർക്കുകൾ പണിത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആർട്ട് വർക്കുകൾ മുകളിലൊട്ടും കാണാൻ സാധിക്കില്ല. അത് മുഴുവൻ അടുത്ത പള്ളിയിലാണ് അവരത് മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. 1130 ജനിച്ച് 1170 മരിച്ച സാന്ത റൊസാലിയുടെ ജീവചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇവിടെ ഈ സിസിലിയിൽ പലോർമയിൽ ഇവർ ഏറ്റവും പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നത്, ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പടർന്നു പിടിച്ച ഒരു മാരക രോഗമായിരുന്നു പ്ലേഗ്. ഈ പ്ലേഗ് മാറുവാനായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചത് ഈ വിശുദ്ധയുടെ അടുത്താണ്. 16-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ ഇവിടെ മൊത്തം പടർന്നു പിടിച്ച പ്ലേഗ് ഈ വിശുദ്ധയുടെ മധ്യസ്ഥത്താൽ മാറ്റപ്പെട്ടു എന്നാണ് ഇവർ വിശ്വസിക്കുക. അതിനുശേഷം ഇന്ന് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഈ വിശുദ്ധ സ്ഥലത്തേക്ക് വരുന്നത് അവരുടെ ജോലി സാധ്യതകൾക്ക് കൂടിയാണ്. ഈ വിശുദ്ധയോട് മാധ്യസ്ഥം യാചിച്ച ജോലിയില്ലാതെ ഇരിക്കുന്ന ഏത് യുവാക്കന്മാരുടെയും ജോലി കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു വിശുദ്ധയായിട്ട് കൂടിയാണ് ഇവർ വിശുദ്ധയെ വണങ്ങുന്നത്. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്കും പ്രത്യേകം ചോദിച്ചു വാങ്ങാം, യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള യുവാക്കൾക്ക് അവരുടെ ജോലി കുറവുകളുള്ള സമയത്ത്, അല്ലെങ്കിൽ ജോലി സാധ്യതകൾ അടയുന്ന സമയത്ത് ജോലി സാധ്യതകൾക്ക് വേണ്ടി വിശുദ്ധയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. അതുപോലെ വിവിധ അസുഖങ്ങളാൽ വലയുന്നവർക്കും ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ റൊസാലിനയുടെ മധ്യസ്ഥവും എന്നും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.